സീസണിൽ ആരായിരിക്കും ലാലിഗയുടെ ചാമ്പ്യൻസ്? അതിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ സ്റ്റിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാച്ചസ് ഇനി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ബട്ട് സ്റ്റിൽ ഇപ്പോഴും റയൽ മാഡ്രിഡും ബാഴ്സലോണയും ആസ് യൂഷ്വൽ അവർ തന്നെ അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റയൽ മാഡ്രിഡിൻ്റെയും ബാഴ്സലോണയുടെയും ഈ ഒരു വീക്കിലെ മാച്ചസ് ഒക്കെ കഴിഞ്ഞു. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റയൽ വലഡോളിഡ് എന്ന് പറഞ്ഞ ടീമിനായിരുന്നു കിട്ടിയിരുന്നത്. വലഡോളിഡിൻ്റെ ഹോം മാച്ച് ആയിരുന്നു. അവരുടെ 2-1 ഉള്ള സ്കോറിന് ബാഴ്സലോണ അവരെ പരാജയപ്പെടുത്തി ആ ഒരു 3 പോയിന്റ്സ് അവർ സെക്യൂർ ചെയ്തു. അതായത് വലഡോളിഡ് ആദ്യം ഒരു ഗോൾ സ്കോർ ചെയ്തിട്ട് പിന്നെ 2 ഗോൾ സ്കോർ ചെയ്ത് ബാഴ്സലോണ തിരിച്ചു വന്നൊരു മത്സരം കൂടിയാണ് ആ ഒരു മാച്ച്. അങ്ങനെ ആ ഒരു 3 പോയിന്റ്സ് സെക്യൂർ ചെയ്തു. റാഫീനിയൊക്കെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ അവരെ നിറക്കില്ല, കാരണം അടുത്ത മത്സരം ഇനി ചാമ്പ്യൻസ് ലീഗിന്റെ സെക്കൻഡ് ലെഗ് ഇന്റർ മിലാനിൽ ഇറ്റലി പോയി കളിക്കാനുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ടൈറ്റ് മത്സരങ്ങളായതുകൊണ്ട് ബാഴ്സലോണ റാഫീനെയും ലമീൻ യമാലിനെയും ഫെറാൻ ടോറസിനെയും ഫസ്റ്റ് ലെവലിൽ ഇറക്കിയിട്ടില്ല. പകരം അൻസു ഫാറ്റി, ലാമാസി എന്നുള്ള പ്ലേയേഴ്സിനൊക്കെയാണ് ഇറക്കി വിട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ പിന്നെ അവർ ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ആ ഒരു ഗോളുകളൊക്കെ വന്നത്. 2-1 ഉള്ള സ്കോറിന് പിന്നെ വിജയിച്ചത് ഇവർ റാഫീനെയും ലമീൻ യമാലൊക്കെ വന്നതിന് ശേഷമാണ്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാന്റിയാഗോ ബെർണാബിയിൽ തന്നെയായിരുന്നു മാച്ച് ഉണ്ടായിരുന്നത്. സെൽറ്റ വിഗോയായിട്ടായിരുന്നു ഈ ഒരു വീക്കിൽ അവരുടെ മാച്ച്. 3-2 എന്നുള്ള സ്കോറിന് റയൽ മാഡ്രിഡും വിജയിച്ചു. അങ്ങനെ അവരുടെ 3 പോയിന്റ്സ് സെക്യൂർ ചെയ്തു. കെലിയൻ എംബാപ്പയുടെ വക ഒരു ബ്രേസ് ഒക്കെ ഉണ്ടായിരുന്നു. 2 ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആർത്രേ ഗൂളറും 1 ഗോളും 1 അസിസ്റ്റുമായിട്ട് അദ്ദേഹം നല്ല ഫോമിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ആദ്യം 3 ഗോൾ സ്കോർ ചെയ്തിട്ട് പിന്നെ 2 ഗോൾ വഴങ്ങിയത്. ആദ്യം 58-ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും 3 ഗോൾ സ്കോർ ചെയ്തു റയൽ മാഡ്രിഡ്. പിന്നെ 2 ഗോളും കൺസീഡ് ചെയ്തു. അങ്ങനെയാണ് 3-2 എന്നുള്ളൊരു സ്കോർ വന്നത്. അങ്ങനെ റയൽ മാഡ്രിഡും ആ ഒരു മാച്ച് വിജയിച്ചു. 2 ടീമും പോസിറ്റീവ് റിസൾട്ടോട് കൂടി തന്നെ ലാലിഗയിൽ 3 പോയിന്റ്സ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മാച്ച് വരാനുള്ളത് 2 ടീമിനും ലാലിഗയിൽ വരാനുള്ളത് എൽ ക്ലാസിക്കോയാണ്. ബാഴ്സലോണയുടെ ആ ഒരു ഹോം ഗ്രൗണ്ടിൽ ഇനി ആ ഒരു എൽ ക്ലാസിക്കോ ആണ് വരാനുള്ളത്. നമുക്ക് നോക്കാം ആ ഒരു മാച്ച്. ലാസ്റ്റ് 3 എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 എൽ ക്ലാസിക്കോ ബാഴ്സലോണക്ക് ഇന്ന് കംപ്ലീറ്റ് അഡ്വാൻറ്റേജ്. സാന്റിയാഗോ ബെർണാബിയിൽ ആ ഒരു ലാലിഗ മാച്ചിൽ 4-0 എന്നുള്ള സ്കോറിന് ബാഴ്സലോണ വിജയിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കോപ്പ ഡി എസ്പാനിയൻ്റെ ആ ഒരു ഫൈനലിൽ 5-2 എന്നുള്ള സ്കോറിന് ബാഴ്സലോണ വീണ്ടും വിജയിച്ച് ആ ഒരു കപ്പ് എടുത്തു. അത് കഴിഞ്ഞ് കോപ്പ ഡെൽ റേ, അത് നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. 2 ടീമും കട്ടക്കട്ട ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. 3-2 എന്നുള്ളൊരു സ്കോറിന് ബാഴ്സലോണ അവസാന മിനിറ്റിൽ കൂണ്ടയുടെ ആ ഒരു ഗോളിൽ കോപ്പ ഡെൽ റേ കപ്പ് ബാഴ്സലോണ. അപ്പോൾ ലാസ്റ്റ് 3 എൽ ക്ലാസിക്കോയും ബാഴ്സലോണയാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ റയൽ മാഡ്രിഡിന് എന്തായാലും അടുത്ത എൽ ക്ലാസിക്കോ വിജയിച്ചേ പറ്റൂ. എന്നാലേ അവർക്ക് ഈ ഒരു ലാലിഗയിലെ റേസ് അവർക്ക് ചാമ്പ്യൻസ് ആവാൻ പറ്റും. എല്ലാം നഷ്ടപ്പെട്ട ഈ റയൽ മാഡ്രിഡിന് ലാലിഗയിലെങ്കിലും കിട്ടണം, അവർക്ക് അതിലെങ്കിലും ചാമ്പ്യൻസ് ആവണം. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും അതിൻ്റെതായ എല്ലാ ഹാർഡ് വർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ആ ഒരു എൽ ക്ലാസിക്കോ എന്താവും എന്നുള്ളത്. ബാഴ്സലോണയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഇന്റർ മിലാൻ്റെ ആ ഒരു സെക്കൻഡ് ലെഗ് കഴിഞ്ഞതിന് ശേഷം നേരെ കളിക്കാനുള്ളത് എൽ ക്ലാസിക്കോയാണ്. ആരായിരിക്കും ഈ ഒരു സീസണിലെ ചാമ്പ്യൻസ് എന്ന് ഇപ്പോഴും അറിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു സീസണിലെ ചാമ്പ്യൻസ്. ആ ഒരു കോമ്പറ്റീഷൻ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ടീമിനും ഇനിയും 4 മാച്ചസ് വീതം ബാക്കിയുണ്ട്. അതിലൊന്ന് എൽ ക്ലാസിക്കോയാണ്. സോ നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു സീസണിലെ ലാലിഗയുടെ ചാമ്പ്യൻസ് ആവാന്ന്. സോ താങ്ക് യു സോ മച്ച്.